ചേടാ അപ്പൂസ് വിളിക്കണ്ട്. പൊരിവയിലാടാ, ഞാൻ തണുത്തേക്ക് നിൽക്കട്ടെ. പറഞ്ഞ മോനെ, എന്താ? ഞാൻ ക്ലാസ്സിലിരുന്നപ്പോ എനിക്ക് അറ്റൻഡൻസ് ശരിയല്ല. നീ ഇപ്പൊ എവിടെയാ? അല്ല, ഇതിന്റെ പേരിൽ നമ്മള് 4-5 പ്രാവശ്യം പോയില്ലേ? നീ ഇപ്പൊ എവിടെയാന്ന് പറ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ ആ കോഴ്സ് അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ പോരെ, പശുവിനെ വളർത്തിയിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ ആ കാറ് കൊണ്ടുപോയിട്ട് ടാക്സി പെർമിറ്റ് എടുത്തിട്ട് ടാക്സി ഓടിച്ച് ജീവിക്കാം. ആശാരിപ്പണി പഠിച്ച 1500 രൂപ കൂലി കിട്ടൂടാ. കെട്ടുപണിക്ക് പോയിക്കൂടെ, കൈപ്പണിക്ക് പോയിക്കൂടെ? ജീവിക്കാൻ എന്തൊക്കെ മാർഗമുണ്ട്. നിനക്ക് പറ്റില്ലെങ്കിൽ ആ കോഴ്സ് നിർത്തിക്കോ. മോനിപ്പോൾ എവിടെയാന്ന് പറ. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. ഞാനേ മോൻ്റെ ഇത് ഇപ്പം വരാം കേട്ടോ. അമ്മച്ചേ, ആ ഹെൽമെറ്റും ആ താക്കോലും, ബുള്ളറ്റിന്റെ താക്കോലും ഒന്നും തന്നെ അമ്മച്ചേ. അവന് പറ്റൂലെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് പോരെ. പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ വേറെ പണിയില്ല, ഈ അകത്ത് ജീവിക്കുക. പോട്ട് വരാന്ന് പ്രാർത്ഥിക്കട്ടോ. എന്തടാ? എന്തോ? ഓ, എന്താ പറ്റിയേ? എന്തടാ? എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം കേട്ടോ. സങ്കടപ്പെടണ്ട. ഈ കോഴ്സ് പറ്റില്ലെങ്കിൽ നിർത്തുക. ചാവുന്നതിനേക്കാൾ നല്ലതല്ലേ ജീവിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പോവാം. ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മരണം തിരഞ്ഞെടുക്കുകയല്ല അതിൻ്റെ പരിഹാരം. ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് ചെയ്തിട്ട് നീതി കിട്ടുന്നില്ലെങ്കിൽ ആ കോഴ്സ് അങ്ങ് വേണ്ടാന്ന് വെക്കുക. മോൻ മരിച്ചാൽ മോൻ്റെ കുടുംബത്തിനേ പോകുന്നുള്ളൂ. ആ ടീച്ചറുടെ കുടുംബത്തിന് എന്താ സംഭവിക്കുക? ടീച്ചർ കുറച്ച് നാൾ മാറി നിൽക്കും, പിന്നെ ജാമ്യം എടുക്കും. അവർ വേറെ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് അവരുടെ ജോലി തുടരുകയും ചെയ്യും. അവർക്കൊരു നഷ്ടമില്ല. അപ്പേ, എന്തോ അപ്പ അടുപ്പിച്ചിട്ടൊരു തെറ്റുണ്ട്. എന്താ തെറ്റ്? മാതാപിതാ ഗുരു ദൈവം എന്നല്ല. നമുക്ക് തിരുത്താം. മാതാപിതാ ചില ഗുരു ദൈവം എന്നാക്കി മാറ്റാം.